ഞാനൊരു അടിപൊളി വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കി. ഞാനിങ്ങനെ ഇത്രക്ക് അടിപൊളിയൊന്നും വിചാരിച്ചില്ല. ലുക്ക് അറ്റ് ദിസ് കൺസിസ്റ്റൻസി. ഞാൻ തോന്നണം ആരെങ്കിലും വെള്ളം വരാം. ഇപ്പം ഒന്ന് എടുത്ത് തിന്ന് നോക്കാം. നല്ല ചൂടാണ്. Oh my god. ഹലോ ഫ്രണ്ട്സ്, സോ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പാസ്ത നിങ്ങൾക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈസിയാണ്. നമുക്ക് പാസ്ത വേവിച്ച് ഊറ്റേണ്ട ഒരു ആവശ്യമില്ല. സോ നമുക്ക് പ്രോസസ്സിലേക്ക് കിടക്കാം. അതായത് ഒരു കുക്കർ എടുക്കുക. അതിലിപ്പം നിങ്ങൾ എത്രയാണോ പാസ്ത ലൈക്ക് മാക്രോണിയാണ് ഞാൻ ഉപയോഗിച്ചത്, സോ എടുക്കുന്നത് അത്ര തന്നെ ചിക്കനും എടുക്കാം. രണ്ടും കുക്കറിലിട്ടിട്ട് വേവിക്കുക. രണ്ട് വിസിൽ മാത്രം. അതിൽ നിങ്ങൾ ഉപ്പും കുരുമുളക് പൊടി ഇടാൻ മറക്കരുത്, ബിക്കോസ് അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എന്നുവെച്ചത് വെന്തതിന് ശേഷം അതവിടെ മാറ്റി വെക്കാം. മീൻസ് കുറേ നേരം വിസിൽ പോകാൻ വേണ്ടി കാത്തു നിൽക്കും വേണ്ട. കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറക്കുക. വേറൊരു പാൻ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് നിങ്ങൾ കുറച്ച് ബട്ടറോ ഗീയോ ഇടുക. എന്നിട്ട് അതിൽ ചെറിയ ഗാർലിക്ക് ചെറിയ ചെറിയ ചോപ്സ് ആക്കിയിട്ട് അരിഞ്ഞിട്ട് അതിലിടുക. എന്നിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് കുറച്ച് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കണമല്ലോ, അപ്പോൾ കുറച്ച് മൈദ ഇടുക, ഒന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് പാലൊഴിക്കുക. വൈറ്റ് സോസ് ഉണ്ടാക്കുക, നോർമൽ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുക. എന്നിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേവിച്ച് വെച്ച ചിക്കൻ ആൻഡ് ഈ മെക്രോണി ഉണ്ടല്ലോ, അത് രണ്ട് ഇതിലേക്ക് തട്ടുക. ലൈക്ക് ചിക്കൻ നമുക്ക് ഷ്രെഡ് ചെയ്യാം. നമുക്ക് വലിയ വലിയ പീസാണ് ഇട്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇതിലിടാം. ഓക്കെ, എല്ലാം കൂടി മിക്സ് ചെയ്യാം. അമേസിങ് ടേസ്റ്റ്. ഉപ്പൊക്കെ നോക്കി കറക്റ്റായിട്ട് ഇടുക വേണം ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ അടിപൊളി വൈറ്റ് സോസ് പാസ്ത അത് റെഡി ആയിരിക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ചീസിൻ്റെ സ്ലൈസസും ആഡ് ചെയ്യാം.